നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. പൊതുയോഗം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാർച്ച് 28-ന് തുടങ്ങും. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാക്കി ഉത്തരവിറക്കി. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. കല്ലൂർ കൊല്ലക്കുന്നിൽ പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ജില്ലയിൽ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. അടിവാരം പള്ളിയിൽ നടന്ന പൊതുയോഗം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് പത്രോസ് വടക്കുംചേരി അധ്യക്ഷനായി. സെക്രട്ടറി ഡേവി സൂക്കൻ, ട്രഷറർ ആന്റണി തൊമ്മാന, കനകമല യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ, സെക്രട്ടറി ഷിബു ആട്ടോക്കാരൻ, ട്രഷറർ ജോസ് കറൂറ്റിക്കാരൻ, കൈക്കാരൻ ലിജോ ചാതേലി എന്നിവർ പ്രസംഗിച്ചു. മലമുകളിലെ കുർബാനയ്ക്ക് ഫാദർ ലിജോ കരുത്തി കാർമ്മികത്വം വഹിച്ചു. രാവിലെ മലമുകളിലുള്ള കുർബാനകൾക്ക് ജെയിംസ് കൊച്ചുപറമ്പിലും ഫ്രാൻസിസ് പാറക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എത്ര പേർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും? എത്ര ദിവസം സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും? ജോലിക്കൊക്കെ പോകണ്ടേ? സമരത്തിന് മാത്രം പോയാൽ മതി. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്. അതുകൊണ്ട് ഒരു സാമുദായിക ശക്തിയാകാതെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു ശക്തിയമായ ഒരു സംഘടനയല്ല എന്നുള്ളത്, നമുക്കൊരു സംഘടിത ശക്തിയല്ല, നമ്മൾ ഒരു വോട്ട് ബാങ്കായിട്ട് മാറുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അവഗണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, രാഷ്ട്രീയമുള്ളവർ എല്ലാവരും ഉണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ നിയമിച്ചുകൊണ്ട് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിറക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാർച്ച് 28-ന് തുടങ്ങും. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. പുതുക്കാട് സെന്റർ, പ്രചോദി നികേതൻ കോളേജ്, വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് കെ മുരളീധരൻ സന്ദർശിച്ചത്. കോൺഗ്രസ് നേതാക്കളായ TS രാജു, സുധൻ കാരയിൽ, സെബി കൊടിയൻ, കെ ഗോപാലകൃഷ്ണൻ, KM ബാബുരാജ്, ഷാജു കാളിയങ്കര, മുൻ MLA MK പോൾസൺ, കേരള കോൺഗ്രസ് നേതാവ് MP പോളി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കല്ലൂർ കൊല്ലക്കുന്നിൽ പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ ആലങ്ങാട് സ്വദേശി കുന്നത്തുപറമ്പിൽ KP പോളിനാണ് പരിക്ക്. തിങ്കളാഴ്ച രാവിലെ 5 മണിക്കായിരുന്നു അപകടം. അനുവദനീയമായതിൽ കൂടുതൽ തടികൾ അടുക്കിവെച്ചു വന്ന ലോറിയാണ് അപകടം വരുത്തിവെച്ചത്. പലയിടങ്ങളിലും കേബിളുകളും സർവീസ് വയറുകളും പൊട്ടിവീണു. പൊട്ടിവീണ കേബിൾ മാറ്റി സ്ഥാപിക്കാത്തതിനെ തുടർന്ന് വൈകിട്ട് മറ്റൊരു സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. കല്ലൂർ ഭരത പുനർജീവൻ പവിത്രാത്മശാന്തി ആശ്രമത്തിലെ അന്തേവാസികളായ 4 കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി കാവന്നൂർ സ്വദേശി തട്ടിൽ പഴൂങ്കാരൻ അന്തോണി. പഴൂങ്കാരൻ അന്തോണിയുടെ ഭാര്യ ട്രീസയുടെ സ്മരണാർത്ഥമാണ് സ്നേഹഭവനം ഒരുക്കി നൽകിയത്. കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ താക്കോൽദാനം നടത്തി. പുനർജീവൻ പവിത്രാത്മശാന്തി ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഷെന്നി ആന്റോ പനോക്കാരൻ, സുനിൽ മുളങ്ങാടൻ, മാത്യൂസ് ഇലവുങ്കൽ എന്നിവർ സന്നിഹിതരായി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തൊരു മതേതര സർക്കാർ അധികാരത്തിൽ വരാനും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഈ രാജ്യം ഭരിക്കാനും നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഏപ്രിൽ മാസം 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം.
തൃക്കൂർ വടക്കുമുറി കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് D ശങ്കരൻകുട്ടി നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. ദൂരദർശൻ മുൻ വാർത്താവതാരകനും മുകുന്ദപുരം താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവുമായ R ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, പ്രതിനിധി സഭാംഗം CB രാജൻ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ നന്ദൻ പറമ്പത്ത്, K ശേഖരൻ, വനിതാ യൂണിയൻ ഭരണസമിതി അംഗം തുഷാര, തൃശൂർ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ഗോപിനാഥ മേനോൻ, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, കപിൽ രാജ്, കരയോഗം വൈസ് പ്രസിഡന്റ് ശിവൻ കാട്ടൂർ, ധന്യ ദിനേശ്, കരയോഗം സെക്രട്ടറി മണികണ്ഠൻ, വനിതാ സമാജം സെക്രട്ടറി രാധിക സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു. KPMS വയലാത്തറ ശാഖ വാർഷിക സമ്മേളനം KPMS സംസ്ഥാന സമിതി അംഗം MK അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. സമൂഹവും പുതുതലമുറയിലെ മാറ്റങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട KSCB സബ് എഞ്ചിനീയർ അബി തുമ്പൂർ ക്ലാസ് നയിച്ചു. മുതിർന്ന പൗരന്മാരെയും ആദ്യകാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, KPMS ഏരിയ സെക്രട്ടറി TS സുബ്രഹ്മണ്യൻ, ഏരിയ പ്രസിഡന്റ് CS ഗോപി, ശാഖാ സെക്രട്ടറി സുരേഷ് തമ്മണത്ത്, നാടൻപാട്ട് കലാകാരൻ തേശ്ശേരി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം പിടിക്കപ്പറമ്പ് നവസംസ്കാര സാഹിതി പബ്ലിക് ലൈബ്രറിയിലേക്ക് മണയത്താറ്റ് ദിവാകരൻ നമ്പൂതിരി പുസ്തകങ്ങൾ സംഭാവന നൽകി. ലൈബ്രറി പ്രസിഡന്റ് VP പീറ്റർ, സെക്രട്ടറി ശങ്കരൻ കരുമാലി എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ തണൽ ഗ്രാമോത്സവത്തിന്റെ ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു അധ്യക്ഷത വഹിച്ചു. തണൽ സർഗോത്സവം 2024 ജൂൺ 26 പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനും മുതിർന്ന പൌരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്തുന്നതിനും തീരുമാനിച്ചു. സർഗോത്സവത്തിന്റെ ചെയർമാനായി പ്രസിഡന്റ് KM ബാബുരാജിനെയും ജനറൽ കൺവീനറായി TK ചാക്കുണ്ണിയെയും യോഗം തിരഞ്ഞെടുത്തു. 10ാം വാർഡിലെ തണൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാർഡംഗം ടീന തോബിയുടെ നേതൃത്വത്തിൽ 10ാം വാർഡിലെ തണൽ സംഘടനാ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണനെ ഉപരോധിച്ചത് അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തണൽ കെട്ടിടത്തിനാവശ്യമായ NOC നൽകിയിട്ടും ഇത്തരത്തിൽ ഉപരോധം നടത്തിയത് വാർഡ് അംഗത്തിന്റെ ദുരുദ്ദേശപരമായ നീക്കമാണെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, മറ്റു വാർഡ് അംഗങ്ങൾ, തണൽ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തീർത്ഥാടന പദയാത്ര നടത്തും. രാവിലെ 7-ന് അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര 10 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. പുതുക്കാട് ഫൊറോന വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 10:30-ന് ഫാദർ തോമസ് ഊക്കൻ കാർമികനായ ആഘോഷമായ പാട്ട് കുർബാന നടക്കും. ഫാദർ ജോജു പനക്കൽ തിരുനാൾ സന്ദേശം നൽകും. ശ്രാദ്ധ ഊട്ട് സദ്യ ഉണ്ടായിരിക്കും. കോടാലി സമസ്ത കേരള ജമുയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളായ SYS, SSK, SSF സംയുക്തമായി റമദാൻ റിലീഫ് നടത്തി. കോടാലി മഹല്ല ഖത്തീബ് മുഹമ്മദ് ഷരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ ഉസ്താദ് ദുആ നൽകി. സമസ്തയുടെ പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. ജില്ലയിൽ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെയാണ് കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ: ഇന്നത്തെ കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പ്രകൃതിക്ഷോഭത്തിൽ വിളനാശമുണ്ടായ കർഷകർ ആനുകൂല്യത്തിന് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് SMS സന്ദേശം ട്രഷറിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ SMS ലഭിച്ചിട്ടുള്ള കർഷകർ SMS കിട്ടി 5 ദിവസത്തിനുള്ളിലും ഇനി SMS ലഭിക്കുന്നവർ അതത് ദിവസങ്ങളിലും ബന്ധപ്പെട്ട കൃഷിഭവനെ സമീപിച്ച് കൃത്യമായ ബാങ്ക് അക്കൌണ്ട് നമ്പർ, IFSC വിവരങ്ങൾ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ നൽകണമെന്ന് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു.
വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ. താൽപര്യമുള്ളവർ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 6035 രൂപ, പവന് 48,250 രൂപ. ചെങ്ങാലൂർ സ്നേഹപുരം പുതുപ്പുള്ളിപ്പറമ്പിൽ യോഹന്നാൻ ഭാര്യ സെലീന അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിജു, ബിന്ദു എന്നിവർ മക്കളും പ്രിൻസി, സന്തോഷ് എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ രണ്ടാം കല്ല് വെളക്കപ്പാടി രാജൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രുക്മണിയാണ് ഭാര്യ. രൂപേഷ്, രജീഷ്, റണീഷ് എന്നിവർ മക്കളും. നിവ്യ, അഞ്ജു, അഞ്ജന എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് ചിരിയങ്കണ്ടത്ത് അരണാട്ടുകരക്കാരൻ ഔസെ ഭാര്യ മേരി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറൂന പള്ളിയിൽ. വിൻസൻ, ഷാജു, രാജു, പരേതനായ ഡെന്നി എന്നിവർ മക്കളും. മോളി, ഷൈനി, സൈഫി, ടിംസി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക ലീല അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. പൊതുയോഗം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാർച്ച് 28-ന് തുടങ്ങും. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാക്കി ഉത്തരവിറക്കി. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. കല്ലൂർ കൊല്ലക്കുന്നിൽ പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ജില്ലയിൽ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.